സമയം 6:22. ഫസ്റ്റായിട്ട് നമുക്ക് വെയിറ്റ് നോക്കാം. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 175 ആണ്. അപ്പോൾ അതിന് വേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 74-75 ആണ്. ഇന്ന് ഫുൾ ബോഡി വർക്കൗട്ടാണ്. ലൈറ്റായിട്ടൊരു വാമപ്പിന് ശേഷം സ്കിപ്പിംഗ് റോപ്പ് എടുത്തു. 1 മിനിറ്റിൻ്റെ 3 റൗണ്ടാണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഏകദേശം 30 സെക്കൻഡ് റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മിനിറ്റിൽ ഏകദേശം 100 സ്കിപ്പ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ 12-15 കലോറി ബേൺ ചെയ്യാൻ പറ്റും. സ്കിപ്പിങ്ങിന് ശേഷം നേരെ പോയത് പുഷപ്പിലേക്കാണ്. 12 റിപ്സിൻ്റെ 4 സെറ്റ് പുഷപ്പാണ് ചെയ്യുന്നത്. പുഷപ്പ് 4 സെറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഡംബൽ സ്ക്വാട്ടിലേക്കാണ്. 15 റിപ്സിൻ്റെ 4 സെറ്റ്. ഫോർത്ത് വർക്കൗട്ടാണ് പ്ലാങ്ക്. 45 സെക്കൻഡ്സിൻ്റെ 3 സെറ്റ് വീതമാണ് പ്ലാങ്ക് ചെയ്യുന്നത്. അടുത്ത വർക്കൗട്ടാണ് ഷോൾഡർ പ്രസ്. 10 റിപ്സിൻ്റെ 3 സെറ്റ് വീതമാണ് ഷോൾഡർ പ്രസ് ചെയ്യുന്നത്. ഷോൾഡർ പ്രസ് അവസാനിച്ചതിന് ശേഷം നേരെ പോയത് ബാൻഡ് റോസിലേക്കാണ്. 12 റിപ്സിൻ്റെ 3 സെറ്റാണ് ബാൻഡ് റോപ്സ് ചെയ്തത്. വർക്കൗട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നേരം മെഡിറ്റേറ്റ് ചെയ്തു. ഹായ്, എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് റോ ആയിട്ട് ജസ്റ്റ് വീഡിയോയിൽ സംസാരിക്കുക. ഇതിനുള്ളിൽ കട്ട്സ് ഇല്ല, എഡിറ്റിംഗ് ഒന്നുമില്ല. ജസ്റ്റ് 3 മിനിറ്റ് എന്താണോ തോന്നുന്നത് അത് സംസാരിക്കുക. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങനൊരു സംഭവം ചെയ്യണത്. കാലത്ത് നേരത്തെ എഴുന്നേൽക്കുക, മെയിനായിട്ട് ഒരു 1 മണിക്കൂർ വർക്കൗട്ട്, ചെറുതായിട്ട് ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, ഒരു 4 മണിക്കൂർ ഫോക്കസ് ആയിട്ട് നിന്നിട്ട് പഠിക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര നാൾ മുന്നോട്ട് പോവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എത്ര നാൾ ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, അതാണ് ഞാൻ ഈ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മുന്നേ ഞാൻ അതേപോലെ എന്താ പറയുക, ഓരോ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ചൂടാണ്ട് പോവും. പിന്നെ അത് പകുതിക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ആവും. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് ഉദ്ദേശിച്ച് വെച്ചാൽ 6 ദിവസം, ആഴ്ചയിൽ 6 ദിവസം എന്തൊക്കെയാണ് ഡിസിപ്ലിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഈ 6 ദിവസത്തെ കാര്യം അപ്ലോഡ് ചെയ്തിട്ട് വീക്കിലി 1 ദിവസം ജസ്റ്റ് യൂട്യൂബിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യും. ജസ്റ്റ് ബോറിങ് വീഡിയോ ആയിരിക്കും, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. കാലത്ത് എഴുന്നേൽക്കുക, വർക്കൗട്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, വീണ്ടും റിപ്പീറ്റ്. അതിനിടയിൽ ദിവസം ഇതേപോലെ ഒരു 3 മിനിറ്റ് ജസ്റ്റ് ക്യാമറയിൽ റോ ആയിട്ട് നിന്നിട്ട് സംസാരിക്കുക. എന്താണോ തോന്നുന്നത് സംസാരിക്കുക. ഇന്നിപ്പോൾ 3 മിനിറ്റ് എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യങ്ങളാണ് പറയണത്. ഇതൊക്കെ തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 4 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നുണ്ട്. മെയിനായിട്ട് ഞാൻ പഠിക്കിപ്പോൾ PCOH എക്സാം നോക്കുന്നുണ്ട്. അതിനെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ള പ്ലാന്. 4 മണിക്കൂർ അത്, പിന്നെ ഒരു 1 മണിക്കൂർ മോർണിംഗിലുള്ള ജസ്റ്റ് ഫിസിക്കൽ വർക്കൗട്ട്. മെയിനായിട്ട് കാലത്ത് 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. ഭയങ്കര ഡിഫിക്കൽട്ടാണ്, കാരണം ഇപ്പോൾ സമയത്ത് ഭയങ്കര മഞ്ഞാണ്. പിന്നെ ഞാൻ ഭയങ്കര ഓവർ വെയ്റ്റാണ്, ഒരു 6-8 കിലോ ഓവർ വെയ്റ്റാണ്. അപ്പോൾ അതൊന്ന് കുറയ്ക്കണം. അതൊക്കെയാണ് ചെറിയ രീതിയിലുള്ളൊരു ഹാബിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു ഡിസിപ്ലിനായിട്ട് ഉള്ളൊരു സെറ്റപ്പ്. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തോരം പോകുന്നു നോക്കി നോക്കാം. എന്തായാലും ഒരു 6 ദിവസത്തെ ഡിസിപ്ലിനായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി. സമയം 6:21. ഇന്ന് ലോവർ ബോഡി വർക്കൗട്ടാണ്. ഫസ്റ്റ് വർക്കൗട്ടാണ് 3 മിനിറ്റ്സ് കണ്ടിന്യൂസ് സ്കിപ്പിംഗ്.
സെക്കൻഡ് വർക്കൗട്ടാണ് ഡംബൽ ലഞ്ചസ്. 12 റിപ്സിൻ്റെ 3 സെറ്റ് വീതം. നെക്സ്റ്റ് ആണ് കാഫ് റൈസ്. 20 റിപ്സിൻ്റെ 3 സെറ്റ്. നെക്സ്റ്റ് ആണ് ജംപ് സ്ക്വാട്ട്. 15 റിപ്സിൻ്റെ 3 സെറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ലെഗ് റൈസ്. 50 റിപ്സ് ആൻഡ് 3 സെറ്റ്സ്. അടുത്ത വർക്കൗട്ടാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. 20 റിപ്സിൻ്റെ 3 സെറ്റ്. അവസാനമായിട്ട് സൈഡ് പ്ലാങ്ക് ആണ്. 30 സെക്കൻഡിൻ്റെ 2 സെറ്റ് വീതം ഈച്ച് സൈഡ്. ഹായ്, സമയം ഇപ്പോൾ 12:23 ഒരു എമർജൻസി ഡ്യൂട്ടി ആയിട്ട് കോഴിക്കോട് പോയേക്കായിരുന്നു. ഏകദേശം 1 മണിയാകുമ്പോൾ പോയിട്ട് 11:45 വീട്ടിലെത്തുമ്പോൾ. ഒരു അരമണിക്കൂറായിട്ടുള്ള വീട്ടിലെത്തിയിട്ട്. ഫുൾ ടൈം ട്രാവലായിരുന്നു, ട്രെയിനിലായിരുന്നു മെയിനായിട്ട്. ഒരു പെട്ടെന്നുണ്ടായ ഒരു കോളായിരുന്നത്. അപ്പം അതിനിടയിൽ ഞാൻ ഈ ബുക്ക് വായിച്ചു. ഡേവിഡ് ഗോഗിൻസിൻ്റെ ബുക്കാണ്. ഇതിലൊരു ചാപ്റ്റർ ഉണ്ട് 5, ആർമേഡ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളിയാണ്. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പമ്പിങ് വരില്ലേ മസിൽസിൽ, അതേപോലെയാണ് ബുക്കിൽ ആ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു പ്രത്യേക തരം ഒരു മോട്ടിവേഷൻ പോലെ സാധനം വരും. ഒരു പമ്പിങ് ആയിരുന്നു, മൈൻഡ് പമ്പിങ് ആയിരുന്നു. അടിപൊളിയാണത്. എന്താ പറയുക, എന്ത് വിശേഷങ്ങൾ, ഇതൊക്കെ തന്നെ. ഒന്ന് ഫുൾ ട്രെയിനായിരുന്നു, ഒരു വിധമായി. കാലത്ത് മുതലേ പോയിട്ട് ഇനിയിപ്പോൾ കിടക്കുമ്പോൾ ഏകദേശം 1 മണി സമയമാവും, 1 മണി അടുത്താവും. ഇനിയിപ്പോൾ നാളെ കാലത്ത് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറോളം സ്ലീപ്പ് വേണം. അപ്പോൾ നാളെ 6 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടാവില്ല. എന്തായാലും ഒരു 7 മണി 7:30 ആകുമ്പോഴാവും എഴുന്നേൽക്കുക. അപ്പോൾ സ്ലീപ്പ് ഭയങ്കര മുഖ്യമാണ്. ഒരു 6 മണിക്കൂർ മിനിമം സ്ലീപ്പ് കിട്ടിയില്ല വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിക്കവർ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനല്ലെങ്കിൽ ഒരു 12 മണിയാകുമ്പോഴേക്കും എന്തായാലും ഉറങ്ങാറുണ്ട്. 12 മണി കഴിഞ്ഞു. അങ്ങനെ. പിന്നെന്താണ് വിശേഷം, പിന്നെന്താ പറയാനുള്ളത്? പഠിക്കേണ്ട കേസ് ഒന്നും നടന്നില്ല. ബുക്ക് ഉള്ള സമയത്ത്, ട്രെയിൻ പോണ സമയത്ത് ബുക്ക് വായിച്ചു. പഠിക്കേണ്ട കേസ് സെറ്റാക്കണം. അതിന് നാളെ നോക്കണം, പഠിക്കാൻ നോക്കണം. പിന്നെന്താ പറയാ, എന്തൊക്കെയോ പറയാൻ വന്നു, ഇത് ഓർമ്മയില്ല. ഫുഡ് ഒക്കെ പുറത്തുനിന്നായിരുന്നു ഫുഡ്, അതുകൊണ്ടൊന്നും ശരിയായിട്ടില്ല. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ നാളെ ഒരു 7:30 to സമയത്തായിരിക്കും വെയ്ക്കപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഒരു 7 മണിക്കൂറോളം സ്ലീപ്പ് ഇല്ലെങ്കിൽ ട്രാവലിൻ്റെ ക്ഷീണം മാറില്ല. അപ്പോൾ ഓക്കെ, നാളെ കാണാം. സമയം 6:23. ഇന്നലെ ഓഫായിരുന്നു. കാരണം ഞാനൊരു യാത്ര ഉണ്ടായിരുന്നു, ട്രാവൽ ദിവസം പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എഴുന്നേക്കാനും ഭയങ്കരമായിട്ട് നേരം വഴി. ഒരു 10 മണി 10:30 റെസ്റ്റിന് പകരം ഞായറാഴ്ച നമ്മൾ വീണ്ടും 6th day എടുക്കും. അപ്പോൾ ഇന്ന് മുതൽ 2 കാര്യം കൂടി ചെയ്യാൻ പോവാണ്. ഒന്ന്, ഒരു 4 മണിക്കൂർ സ്റ്റഡി. അത് റെക്കോർഡൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നോട്ട് ചെയ്യുന്നുള്ളൂ. അതിവിടെ. പിന്നെ രണ്ടാമത്തെ കേസാണ് മറ്റേ കാലറി.
ദിവസം 1700 കാലറി എടുക്കണം. അതാണ് 1700 കാലറി ആയിട്ട് കുറയ്ക്കണം, ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കണം. ഇന്ന് മോർണിംഗ് കുറച്ച് ഹെവി ആയിരുന്നു. തലേ ദിവസത്തെ ട്രാവലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. കാലത്ത് തന്നെ നല്ലൊരു ഹെവി ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഒരു 20 മിനിറ്റ്സ് മോർണിംഗ് വാക്കാക്കി. വാക്കിങ് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഒരു സ്ട്രെച്ചിങ്ങും ഹായ് 4 മണിക്കൂർ പഠിച്ചു. 4 മണിക്കൂർ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു ടാസ്കല്ല, നമ്മൾ 3 കാര്യം ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്യുന്നത് ഈ വീഡിയോസൊക്കെ, ഒന്ന് കാലത്ത് നേരത്തെ എഴുന്നേൽക്കുക, ജസ്റ്റ് ഒരു ലൈറ്റായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. സെക്കൻഡ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ഫോളോ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഫുഡ് കഴിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. തേർഡ് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കുക. കുറച്ച് എക്സാം വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന എക്സാമാണ് കമ്പനി LGS. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കുന്നത്, ഞാൻ എങ്ങനെ പഠിക്കുന്നത് പറയാം. മെയിനായിട്ട് പഠിക്കുന്നത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഫയൽ കുത്തിയിരുന്ന് പഠിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അതിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സും നോക്കി പഠിക്കുക. അതാണ് ഇപ്പം ചെയ്യണത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കറണ്ട് അഫെയർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ PSC ബുള്ളറ്റിൻ്റെ മറ്റേ 2 ആഴ്ച കൂടുമ്പോൾ വരുമ്പോൾ ഇറങ്ങുന്നൊരു പതിപ്പുണ്ട്. അപ്പോൾ അതിലുള്ള കറണ്ട് അഫെയറാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യമാണ് ചെയ്യുന്നത്. ഈ 4 മണിക്കൂർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. എക്സാം എഴുതും, അത് സോൾവ് ചെയ്യും, അതിലുള്ള സംഭവം റിലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കിയിട്ട് പഠിക്കും. അതേപോലെ തന്നെ കറണ്ട് അഫെയർസ് നോക്കും. കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ PSC ബുള്ളറ്റിനുള്ള കറണ്ട് അഫെയർസ് നോക്കും. പിന്നെ ജസ്റ്റ് പത്രവാർത്തകളൊക്കെ, മെയിനായിട്ട് ഹെഡ്ലൈൻസും പത്രവാർത്തകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടും. ഇതാണ് മെയിനായിട്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താ, ഇന്നത്തെ കലോറി, നമ്മുടെ ടാസ്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1700 ആയിരുന്നു. 1700 കലോറി കംപ്ലീറ്റ് ചെയ്യണം. ഇന്നത്തെ കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ 1621. ഇതാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? ഓക്കെ, 1621 കലോറി. 1700 മാക്സിമം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡയറ്റ് ഓക്കെ ആയിരുന്നു. വർക്കൗട്ട് ഇന്ന് എന്തോ ഒരു ഹെവി ഫീലിംഗ് ആയിരുന്നു. തലേ ദിവസം ഫുഡ് കഴിച്ചു, ചോറ് കഴിച്ചു, ലൈറ്റ് നൈറ്റാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അത് എന്തോ കാലത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഭയങ്കരமான ഹെവി ഫീലിംഗ് ആയ കാരണം വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് നടന്നു, ജസ്റ്റ് സ്ട്രെച്ച് ചെയ്തു, യോഗയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോന്നു. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യമാണ്. ഇതിന് മുന്നേ ഇതേപോലെ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഒരു പകുതിക്ക് വെച്ചിട്ട് നമ്മളത് സ്റ്റോപ്പ് ആവുകയാണ്. വേണച്ചിട്ടല്ല, പക്ഷേ എന്ത് ചെയ്യുക, ഒരു മോട്ടിവേഷനൊക്കെ നഷ്ടപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റും എന്നാണ് സംഭവം നോക്കുന്നത്. അത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ലൈഫിലൊരു മാറ്റം വേണം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. സമയം 6:27. ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് അപ്പർ ബോഡിയാണ്. ഫസ്റ്റ് നമുക്ക് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഹായ്. നാലാമത്തെ ദിവസം. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡെയിലി ചെയ്യാൻ ഒരു കാര്യം ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. പക്ഷെ നമുക്കത് ഡെയിലി ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കാലം കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം മുന്നേ തുടങ്ങിയിട്ടുള്ള സംഭവമാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷേ എന്താണ് കണ്ടന്റ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണത് ഇപ്പോഴടുത്തൊക്കെയാണ്. എന്താ പറയുക, യൂട്യൂബിൽ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ വളരെ കുറവാണ്. പൊതുവേ അങ്ങനെ ഫോട്ടോ പോലും എടുക്കാറില്ല. അങ്ങനെ ക്യാമറയുടെ മുകളിൽ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ഇപ്പോഴാണ് എന്താ പറയുക ഈ സംസാരം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഒരു ബുക്ക് വായിച്ചു. യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് എവിടെയെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു സാധനമാണ് ഈ സാധനം, യൂട്യൂബ് സീക്രട്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് പെട്ടെന്ന് വായിച്ചു തരും, സിമ്പിളായിട്ടുള്ള സംഭവമാണ്. പക്ഷേ നമുക്കിതിലൊരു കുറച്ച് ഐഡിയാസ് കിട്ടും. എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ട് വെച്ചാൽ യൂട്യൂബോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ താല്പര്യമുണ്ട് വെച്ചെങ്കിൽ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ എന്നാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ക്ലാരിഫൈ ചെയ്യുന്നൊരു സംഭവമാണ് ഈ ബുക്ക്. ഈ ബുക്കിക്ക് ഫുള്ളായി വായിച്ചിട്ടൊന്നുമില്ല, ഏറെക്കുറെ ഞാൻ മുക്കാലും വായിച്ചു ഇരിക്കുകയാണ്. ഇതുവരെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. മെയിനായിട്ടൊരു പറയുന്നൊരു ഐഡിയ ഉണ്ട്, ആരും ചെയ്യാത്തൊരു സംഭവം ചെയ്യാം. അതാണ് യൂട്യൂബിൻ്റെ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അതാണ് സംഭവം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്താലാണ് എന്താ പറയുക അത് യൂട്യൂബിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഒരു പോയിന്റ് എനിക്ക് തോന്നിയ സംഭവം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ കുറേ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണും എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, എഡിറ്റിങ്, തേങ്ങ മാങ്ങ സ്ക്രിപ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സംഭവം കുറേ കാണും. ഞാൻ കുറേ കണ്ടു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ബുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ ഡിസിപ്ലിനായിട്ടിരിക്കാൻ പറ്റിയ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് തെറ്റാൻ വേണ്ടി ഈ ബുക്ക് ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബുക്ക് ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടൊന്നുമില്ല. ഇതിലാകെ ഒരു ചാപ്റ്ററാണ് വായിച്ചത്. അതേപോലെ അവർ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ട്രെയിനിലിരുന്ന് വായിച്ചാണ്.
ഡിസിപ്ലിനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ പറയുക, ഒരു ഓക്വേർഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ഫിയർ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ 1-2 ആൾക്കാർ മാത്രമാണ് എൻ്റെ സർക്കിളിൽ തന്നെ ഉള്ളത്. പക്ഷെ അവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്കെന്തൊരു ക്രിഞ്ച് ഫീലാണ്. ഇതേപോലെ തന്നെ എൻ്റെ വീഡിയോ അവർ കാണുമ്പോൾ ഇപ്പോൾ ക്രിഞ്ച് ഫീലാണ്. ഈ ക്രിഞ്ച് ഫീല് വരണോണ്ടാണ് നമ്മൾ ഈ സംഭവം ഒന്നും ചെയ്യാതിരിക്കുന്നത്. പക്ഷെ ഇത് ലൈഫിലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 10-50 ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളൊരു പാർട്ട് അല്ലെങ്കിൽ ഒരു മെമ്മറി പോലെ നമുക്ക് നമ്മുടെ ഈ ഒരു ഫീഡ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സംഭവം. അതാണ് യൂട്യൂബ് ചാനൽ എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊരു പിടുത്തില്ല, പക്ഷെ എന്തൊക്കെയോ പറഞ്ഞു. 3 മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ 3 മിനിറ്റ് ആയി. ഓക്കെ, ശരി, അപ്പോൾ നാളെ കാണാം. ഹായ്, ഇന്നാണ് 5th ഡേ. 5th ഡേയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ടില്ല. അതിന് 2 റീസണാണുള്ളത്. ഒന്ന്, അലറാം അടിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു, ഞാൻ കേട്ടില്ല. സൗണ്ട് കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു ഫോണ്, അതുകൊണ്ട് അലറാം ഞാൻ കേട്ടില്ല. രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം നൈറ്റ് മാസ്റ്റർബേറ്റ് ചെയ്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് കിടക്കണേക്ക് മുന്നേ. അത് കാരണം പൊതുവേ എന്ന് ഞാൻ അലറാം അടിക്കണേക്ക് മുന്നേ എഴുന്നേക്കും. പറയുകയാണെങ്കിൽ 5:45 ആകുമ്പോഴേക്കും ഏറെക്കുറെ കണ്ണൊക്കെ തുറന്ന് ഇരുന്നുണ്ടാവും. ഞാൻ അലറാം അടിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. പക്ഷേ ഇന്ന് കണ്ണ് തുറക്കണത് തന്നെ 6:30, 6:45 കഴിഞ്ഞിട്ടാണ്. ഇന്നലെ നേരത്തെ തന്നെ കിടന്നു മാസ്റ്റർബേറ്റ് ചെയ്തിട്ട്. പക്ഷേ ക്ഷീണമുണ്ടായിരുന്നു. നൈറ്റ് കിടക്കണേക്കാൾ മുന്നേ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു മടി വരും കാലത്ത് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. നോർമലി എല്ലാവർക്കും ഉള്ളതാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഇന്ന് ബാധിച്ചു. ഒന്ന് കാലത്ത് കണ്ണ് തുറക്കുന്നത് തന്നെ 6:30, 6:45 ആകുമ്പോഴാണ്. അലറാമാണെങ്കിൽ അടിക്കുന്നത് ഞാൻ കേട്ടും ചെയ്തില്ല, അലറാമിന് സൗണ്ട് കുറവായ കാരണം. അപ്പോൾ ഇന്ന് കാലത്തെ സംഭവം സ്കിപ്പായി. എക്സസൈസ് സ്കിപ്പായി, വേക്കപ്പും 6 മണിയാകുമ്പോൾ എഴുന്നേക്കണം സ്കിപ്പായി. ബാക്കിയുള്ളതൊക്കെ ഓക്കെ ആയിരുന്നു. 4 മണിക്കൂർ ഏകദേശം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ കലോറിയും ഏറെക്കുറെ കറക്റ്റായിരുന്നു. ഫുഡും ഏറെക്കുറെ കറക്റ്റായിരുന്നു. അത് കാണുന്നുണ്ടാണോ, 1652 കലോറി. 1700 നമ്മുടെ ലിമിറ്റ്. 1652 ഇന്ന് കഴിച്ചത്. ഡയറ്റും കുഴപ്പമില്ല. ഡയറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഡയറ്റൊന്നുമില്ല, എന്നാലും കലോറി ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1700-നുള്ളിലുള്ളത്. ഓയിലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. ഷുഗർ കുറവാണ്, എന്നാലും ഓയിലായിട്ട് ഇന്ന് പഴംപൊരി കഴിച്ചിട്ടുണ്ട്. 3 പഴംപൊരിയൊക്കെ ഇന്ന് കഴിച്ചിട്ടുണ്ട് സ്നാക്സായിട്ട്. അങ്ങനെ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, 6-ാം തീയതി. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് നാളെ ഞാൻ പറയുന്നുണ്ട്. ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കാലത്ത് എഴുന്നേറ്റിട്ട് ഉണ്ടായ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ്, എന്തൊക്കെയാണ് അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്ഷെ നാളെ പറയുന്നുണ്ട്. നാളെ ഞായറാഴ്ചയാണ്. ഓക്കെ, നാളെ മോർണിംഗ് എഴുന്നേൽക്കുന്നത് മാത്രമാണ് മെയിനായിട്ട് സെക്ഷൻ ഉള്ളത്. ഫുഡ് കൺട്രോളും ഉണ്ടായിരിക്കും, പഠിത്തം ഉണ്ടാവില്ല. ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് കാലത്തെ വർക്കൗട്ടൊക്കെ സ്കിപ്പായി. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മണിക്കൂറൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ മൈൻഡ് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും.
കിടക്കണോ എഴുന്നേൽക്കണോ, വീണ്ടും എഴുന്നേൽക്കണോ അല്ലെങ്കിൽ വീണ്ടും കിടന്നുറങ്ങണോ, ഇങ്ങനെ മൈൻഡിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ ആദ്യത്തെ ആ 1 മണിക്കൂർ എന്താ പറയുക, അതിന് രക്ഷപ്പെട്ട് വരാൻ എളുപ്പമല്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത്ര നേരത്തെ എഴുന്നേൽക്കുള്ളൂ. പുതിയൊരു ഹാബിറ്റ് വരുമ്പോൾ പെട്ടെന്ന് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ഓക്കെ. അപ്പോൾ നാളെ കാണാം. നാളെയാണ് ലാസ്റ്റ് ഡേ 6th ഡേ. ഹായ്. വീണ്ടും കാലത്ത് എഴുന്നേൽക്കാൻ പറ്റിയില്ല. മെയിനായിട്ട് ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഓൾറെഡി ഞായറാഴ്ച ലീവ് മൈൻഡാണ്. കാലത്ത് എഴുന്നേറ്റു, പ്രോപ്പറായിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റു. പക്ഷെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നിയില്ല. നേരെ അലാറം ഓഫ് ചെയ്ത് നേരെ ബെഡിൽ തന്നെ കിടന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ. 10:30 എഴുന്നേറ്റത്. 10:30 ആകുമ്പോഴാണ് ബെഡിൽ നിന്ന് എഴുന്നേറ്റത്. നമ്മളൊരു 7 ദിവസത്തിൽ 6 ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺഡേ ഓൾറെഡി ലീവ് എന്നുള്ള മൈൻഡ്, ബാക്കി 6 ദിവസം. ആ 6 ദിവസത്തിൽ 1 ദിവസം ഡ്യൂട്ടി കാര്യങ്ങളായിട്ട് പോയി. 6 ദിവസത്തിൽ 1 ദിവസം എന്താണ്, 1 ദിവസം ഡ്യൂട്ടി ആയിട്ട് പോയി. 1 ദിവസം കാലത്ത് എഴുന്നേക്കാൻ വിട്ടുപോയി. പിന്നെ ഇന്നും ഒന്നും ചെയ്തില്ല. അങ്ങനെ ടോട്ടലി 3 ദിവസം, 7 ദിവസത്തിൽ 3 ദിവസം ഒന്നും ചെയ്തില്ല. കാലത്ത് എഴുന്നേക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ളതൊക്കെ ഏറെക്കുറെ പ്രോപ്പറായിരുന്നു. ഡയറ്റും പഠനം കുറച്ച് നാളല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത മുതൽ പഠനം ഓക്കെയാണ്. അങ്ങനെ അപ്പോൾ 4 ദിവസമാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ 6 ദിവസത്തിൽ. അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടാണ് പറഞ്ഞ പോലെ. കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. വെറുതെ അല്ല എല്ലാവരും എന്താ പറയുക 4-5 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം നിർത്തി പോണത്. എന്തായാലും ഞാൻ ഇനിയും ഈ സംഭവം തുടരാനുള്ള പ്ലാനിലാണ്. എത്ര നാൾ പോകും നോക്കാം. അതാണ് പരിപാടി. കീപ്പ് പുഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. വേറെ എന്ത് പറയാം, വേറെ ഒന്നും പറയാനില്ല. വീഡിയോ എന്തായാലും ചാനലിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് വെച്ചാൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ട് വെച്ചെങ്കിൽ അതിൽ എന്താ പറയുക കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാവുന്നതാണ്. അല്ലെങ്കിൽ 3 മിനിറ്റ് ഞാൻ എന്ത് പറയാനാണ്, ഡെയിലി 3 മിനിറ്റ് റെക്കോർഡ് ചെയ്യണം എന്നുള്ള സംഭവം ഉണ്ട്. മാനത്ത് നോക്കിയിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ക്യാമറയിൽ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും 3 മിനിറ്റ്. അപ്പോൾ എന്തെങ്കിലും പറയുകയാണെന്ന് വെച്ചിങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചിങ്ങനെ ചോദിക്കാം. എന്ത് ഡൗട്ടല്ലേ, എന്തെങ്കിലും ചോദിക്കടേ.